أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യങ്ങളുടെ പൂനിലാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എക്കാലത്തെയും പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ്. ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ കാണിക്കണം, എങ്കിൽ മാത്രമേ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തൂ. കുട്ടികളെ മുത്തം വെച്ച് സ്നേഹിച്ച ബാലപാഠം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു. വയ്യാത്തക്കാരെയും ദുർബലനെയും അനാഥരെയും ചേർത്തു നിർത്തി സർവരും ആ തിരുശബ്ദത്തിന് പ്രതീക്ഷയർപ്പിച്ചു. ചെടികളും മരങ്ങളും പറവകളും ചെറിയ ഇഴജന്തുക്കൾ പോലും ആ തിരുസവിധത്തിൽ പരിഗണിക്കപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാത്തിനോടും സ്നേഹം പുലർത്തി. മനുഷ്യരോടൊന്നല്ല, പറവകളോടും മൃഗങ്ങളോടും സകല ജന്തു ജീവജാലങ്ങളോടും പ്രകൃതിയോടും അനാവശ്യമായി പ്രകൃതിയെ നശിപ്പിക്കരുത്, മരങ്ങൾ മുറിച്ചു മാറ്റരുത്, ചെറിയ ഇഴജന്തുക്കളെ പോലും കൊന്നു കളയരുത്, ചെറിയ കടിയുറുമ്പാണെങ്കിൽ പോലും അതിനെ തീ വെച്ച് നശിപ്പിക്കരുത്. സ്വന്തം മാതാപിതാക്കളെ മുഖത്ത് നോക്കി ചേ എന്നൊരു വാക്ക് പോലും നിങ്ങൾ പറയരുത്. ഇങ്ങനെ സ്നേഹത്തിന്റെ 1000 ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനിച്ചു. ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു. ഹിജ്റയുടെ 5-ാം വർഷം മക്കയിൽ അതിശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മക്കയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാനും നാട് കടത്താനും ശ്രമിച്ചവർ ആകെ പട്ടിണിയിലായെന്ന വിവരം അറിഞ്ഞ മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് അവിടുത്തെ ഒരു സ്വഹാബിയെ മക്കയിലേക്ക് പറഞ്ഞയച്ചു. ആ സ്വഹാബി മക്കയിലേക്ക് വരികയും ആ ഭക്ഷ്യധാന്യങ്ങളുമായി മക്കയിലേക്ക് വരികയും ആ ഭക്ഷ്യധാന്യങ്ങൾ അബൂ സുഫ്യാനിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കൊടിയ ശത്രുപക്ഷത്തിൽ നിൽക്കുമ്പോൾ പോലും അവരാരും പട്ടിണി കിടന്ന് മരിക്കരുത് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. ഈ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മാതൃകയാണ്. സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഇത്രയും പറയുന്നതുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും പറയാൻ പറ്റിയതിൽ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.